റോമിയുടെ അപ്പച്ചനും അമ്മയൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നല്ലോ. അവരുടെന്നൊക്കെ നമ്മൾ പഠിക്കണ കുറെ കാര്യങ്ങളുണ്ട്. ഈ പിള്ളേരെ ഒരുപാട് ഓവർ നമ്മള് എന്താ പറയാ പുന്നാരിച്ച് മോശാക്കരുത്. എനിക്ക് തോന്നുന്നു പ്രോമീനെയൊക്കെ അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നതാ. എനിക്ക് ഇവരുടെയൊക്കെ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ശരി അതാ നല്ലത്. എന്റെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്നറിയോ, എന്റെ അമ്മ എനിക്ക് ഒരു സാധനം വേണ്ടാന്ന് പറഞ്ഞാ അയ്യോ മോളെ നിനക്ക് ദോശ ഇഷ്ടല്ലേ, അന്ന് അമ്മ അപ്പം ഉണ്ടാക്കി തരട്ടെ, പുട്ടുണ്ടാക്കി തരട്ടെ എന്ന് വെച്ച് വേറെ സാധനം ഉണ്ടാക്കി തരും. അപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ കിട്ടാനുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഇത് എനിക്ക് വേണ്ടാന്ന് പറയും. പക്ഷെ അത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഒരു പ്രായത്തിൽ ചിന്തിക്കില്ല. ശരിയാ. പക്ഷെ അപ്പൊ ചേച്ചി ഇവിടെ വന്നപ്പോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യ കാലഘട്ടങ്ങളിൽ? ആദ്യ കാലത്തിനടുത്ത് എനിക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ല, എന്നാലും യൂസ്ഡ് ആയിരുന്നു കുറെ. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർക്കണേ, അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പിള്ളേര്, ഞങ്ങളല്ല വലിയവരല്ല, പിള്ളേര് ഭക്ഷണം കഴിച്ചപ്പോ പ്ലേറ്റ് കൊണ്ട് അപ്പച്ചനെ കാണിക്കണം. അപ്പച്ച അവിടെ ഇരിക്കണോ മെയിൻ ടേബിളിന്റെ മെയിൻ ഹെഡ് ചെയറിൽ അപ്പച്ചനുണ്ടാവും. അപ്പൊ സൈഡിലിരിക്കുമ്പോ ഞങ്ങളല്ല പിള്ളേരുകള്, ചേട്ടന്റെ പിള്ളേര്, പോളിയുടെ പിള്ളേരുണ്ട്, ഇവര് എന്റെ മക്കളുണ്ട്. അപ്പൊ ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്ലേറ്റ് കൊണ്ട് അപ്പച്ചനെ കാണിക്കണം, കഴിഞ്ഞ പ്ലേറ്റ്. അതിനകത്തൊന്നും ഉണ്ടാവരുത്, ബാക്കി വെക്കാൻ പാടില്ല. അപ്പച്ചന്റെ കാലത്തിൽ ഇപ്പോഴും കഴിച്ചാൽ മമ്മി ഫുൾ സ്കാനിങ് ആണ്. അല്ല ഞാനിതൊക്കെ അപ്പച്ചൻ അവരുടെ കണ്ടതാ. ഓക്കെ എന്റെ അമ്മ, ഞാൻ ഇത്രേ ഇന്റർവ്യൂ എടുത്തേക്കണല്ലോ, ഇത്രേ വ്യത്യസ്തമായ ഒരു കഥ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്.